നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കൂടുതൽ നടപടി. 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക്. നടപടിയെടുത്തത് സർവകലാശാല റാഗിംഗ് വിരുദ്ധ സമിതി. 4 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. സംസ്ഥാനമൊട്ടാകെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ്. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകത്തിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞിനെ അമ്മയുടെ കാമുകനും പിതാവും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് മൊഴി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും ചുമത്തി. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. COA സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കം. 3 ദിനങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ 5000-ലധികം പേർ പങ്കെടുക്കും. വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനം എളമരംകാരിയും MP ഉദ്ഘാടനം ചെയ്യും. ഗാസയിൽ ആകാശമാർഗം ഭക്ഷണം എത്തിക്കുമെന്ന് അമേരിക്ക. തീരുമാനം. ഭക്ഷണത്തിനായി കാത്തിരുന്ന 100-ലധികം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേൽ ആക്രമണത്തിൽ 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ്. റംസാൻ ആരംഭത്തോടെ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായേക്കുമെന്ന് ജോ ബൈഡൻ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം. മത്സരം വൈകിട്ട് 7:30 ബംഗളൂരുവിൽ. വിശദമായ വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്ക് പഠനവിലക്ക്. 31 വിദ്യാർത്ഥികൾക്കാണ് പഠനവിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേർന്ന റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയുടേതാണ് തീരുമാനം. 4